ഓൾ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ആദ്യമേ. ഇന്ത്യക്ക് വേണ്ടി സാഹിത്യത്തിൽ, അതായത് ലിറ്ററേച്ചറിൽ ആദ്യമായിട്ട് നൊബേൽ പ്രൈസ് വാങ്ങിച്ചത് ആരാണ്? അത് കിട്ടിയത് മറ്റാർക്കുമല്ല, രവീന്ദ്രനാഥ് ടാഗോറിനാണ്. രവീന്ദ്രനാഥ് ടാഗോർ എന്ന് പറയുന്നത് ഒരു ബംഗാളി പോയറ്റായിരുന്നു. അദ്ദേഹത്തിൻ്റെ പല പല വർക്ക്സും നമ്മളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ളതാണ്. അതിലൊന്നാണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നൊരു വർക്കാണ് ഗീതാഞ്ജലി. ഇതിനകത്ത് ഒരുപാട് സോങ്സ് ഉണ്ട്. അതിൽ സോങ് നമ്പർ 35 ആണ് നമുക്കിപ്പം പഠിക്കാനുള്ളത്. ഗീതാഞ്ജലി ഒരു പോയട്രി കളക്ഷൻ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. ഗീതാഞ്ജലിയുടെ മീനിങ് എന്താണ്? അഞ്ജലി. അഞ്ജലി എന്ന് പറഞ്ഞാൽ സമർപ്പണം, ഓഫറിങ്. അതുപോലെ തന്നെ ഗീതം, ഗീതം എന്ന് പറഞ്ഞാൽ സോങ്. അപ്പം സോങ് ഓഫറിംഗ് ആണ് ഗീതാഞ്ജലി എന്ന് പറയുന്നത്. ഒറിജിനലി ഇത് ബംഗാളി ലാംഗ്വേജിലാണ് എഴുതിയത്. ലേറ്റർ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ദൈവത്തിനോടുള്ള ഒരു പ്രാർത്ഥന എന്ന രീതിയിലാണ് ഗീതാഞ്ജലി എഴുതിയിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു പാട്രിയോട്ടിക് പോയം കൂടെയാണ്. ടാഗോറിന്റെ മനസ്സിൽ എങ്ങനെ ആയിരിക്കണം ഒരു നേഷൻ, തൻ്റെ കൺട്രി എങ്ങനെയൊക്കെ ആയിരിക്കണം, എന്തൊക്കെ തരത്തിലുള്ള ഫ്രീഡമാണ് വേണ്ടുന്നത്. പൊളിറ്റിക്കൽ ഫ്രീഡം വേണം, ഇഗ്നറൻസിൽ നിന്നുള്ള ഫ്രീഡം വേണം, ഫിയറിൽ നിന്നുള്ള ഫ്രീഡം വേണം, സോഷ്യൽ ഡിവിഷനിൽ നിന്നുള്ള ഫ്രീഡം വേണം. എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ നമ്മൾ ഫേസ് ചെയ്യുന്നത്, ആ പ്രശ്നങ്ങളിൽ നിന്നുള്ള എല്ലാത്തിൽ നിന്നുള്ള ഒരു ഫ്രീഡമാണ് വേണ്ടുന്നത്. അങ്ങനെ ഒരു കൺട്രിയാണ് എനിക്ക് വേണ്ടുന്നത്, അതെനിക്ക് തരണം എന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് ഗീതാഞ്ജലി. നമ്മളെല്ലാ വട്ടവും ചെയ്യുന്ന പോലെ തന്നെ പോയം വായിച്ചുകൊണ്ട് തുടങ്ങാം. Where the mind is without fear and the head is held high, where knowledge is free, where the world has not been broken up into fragments by narrow domestic walls, where words come out from the depth of truth. നേരത്തെ പറഞ്ഞതുപോലെ എത്തരത്തിലുള്ള ഒരു രാജ്യമാണ് എനിക്ക് വേണ്ടുന്നത്, അത്തരത്തിലുള്ള രാജ്യം എനിക്ക് തരണേ എന്നുള്ള പ്രാർത്ഥനയാണ് ഇവിടെ പോയിട്ട് പറയുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ രാജ്യത്തിലുള്ള ആർക്കും ഒന്നിനെ പറ്റിയും പേടിയുണ്ടാവരുത്. ആരെയും പേടിച്ചിട്ടായിരിക്കരുത് അവർ ജീവിക്കുന്നത്. മനസ്സെപ്പോഴും സ്വതന്ത്രമായിരിക്കണം, ഫ്രീ ആയിരിക്കണം. അങ്ങനെയുള്ള രാജ്യത്തിലെ ആൾക്കാർ കോൺഫിഡൻ്റ് ആയിട്ട് അവരവരുടെ കാര്യങ്ങൾ ചെയ്യത്തുള്ളൂ. അത്തരത്തിൽ ഡിഗ്നിറ്റിയോടുകൂടി ജീവിച്ചാൽ മാത്രമേ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യവും നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെയാണ് ഫിയർലെസ് ആയിട്ടുള്ള, ധൈര്യത്തോടെ ജീവിക്കുന്ന ഒരു മൈൻഡിൽ നിന്നും എങ്ങനെയാണ് നമ്മൾ പ്രോഗ്രസ് അറ്റൈൻ ചെയ്യുന്നത് എന്ന് പറയുന്നത്. നമുക്ക് സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായാലേ നമുക്ക് ഏതൊരു സ്ഥാനത്തിലും ചെന്ന് നിൽക്കാൻ പറ്റൂ. അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത് വൃത്തിക്ക് ചെയ്തെടുക്കണമെങ്കിൽ ആദ്യമേ വേണ്ടുന്നത് നമ്മൾ ആരെയും ഭയന്ന് മാറി നിൽക്കരുത്. ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് നിന്നാലേ എനിക്ക് കിട്ടുന്ന ഡ്യൂട്ടി എല്ലാം എനിക്ക് ചെയ്തു തീർക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ഫിയർലെസ് ആയിട്ടുള്ളൊരു മൈൻഡാണ് ആദ്യമേ വേണ്ടുന്നത്. അത് എനിക്ക് മാത്രമല്ല, എൻ്റെ രാജ്യത്തിലെ മുഴുവൻ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ് വേണ്ടുന്നത്. അങ്ങനെ അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. രണ്ടാമതായിട്ട് ഇവിടെ പോയിട്ട് പറയുന്നത് നോളജ് ഫ്രീ ആയിരിക്കണം. ഇതിനെ നമുക്ക് രണ്ട് തരത്തിൽ ഇൻറ്റർപ്രറ്റ് ചെയ്യാം. നോളജ് എന്ന് പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് എഡ്യൂക്കേഷനുമായിട്ടാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ ഫ്രീ ആയിരിക്കണം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. ഒന്നാമത്തെ കാര്യം, ഒരു പാവങ്ങൾക്ക് മാത്രം കിട്ടുന്നില്ല, പണക്കാർക്ക് മാത്രം കിട്ടുന്നു, അല്ലെങ്കിൽ ഇന്ന കാസ്റ്റിന് കിട്ടുന്നില്ല, ഇന്ന കാസ്റ്റിന് കിട്ടുന്നു. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഒരു കാറ്റഗറിക്ക് മാത്രം ഉള്ളതായിരിക്കരുത്. അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ഒരു കാറ്റഗറിയുടെ മാത്രം സ്വത്തല്ല. ഇങ്ങനെ എല്ലാവർക്കും ഒരുപോലെ വീതിച്ച് കിട്ടിയാൽ മാത്രമേ നമ്മളുടെ രാജ്യത്തിന് അതൊരു സ്വത്തായിട്ട് മാറുകയുള്ളൂ. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് ഒരു വെൽത്തായിട്ട് കണ്ടെത്തണം, അല്ലെങ്കിൽ കണക്കാക്കണമെങ്കിൽ അത് എല്ലാവർക്കും കിട്ടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ പുരോഗതിയുടെ പാതയിലേക്ക് നമ്മളുടെ നേഷൻ ചുവടുവെക്കൂ. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഫ്രീ ആവണം എന്ന് പറയുന്നത്, എഡ്യൂക്കേഷനകത്ത് വേറെ ആരും കയറി ഇടപെടാനായിട്ട് നിൽക്കരുത്. യാതൊരുവിധ ബേർഡനും എഡ്യൂക്കേഷനകത്ത്, അല്ലെങ്കിൽ വേറൊരാളും അതിനകത്ത് ഇടപെട്ട് ഇൻ്റർഫിയർ ചെയ്ത് ഇത് മാത്രമേ പഠിക്കാവൂ, ഇത് മാത്രം പഠിക്കരുത് എന്നുള്ള രീതിയിൽ പറയരുത്. ഫ്രീ ആയിട്ടുള്ള ഫ്ലോയിലായിരിക്കണം എഡ്യൂക്കേഷൻ കിട്ടേണ്ടത്. അതിനകത്ത് റെസ്ട്രിക്ഷൻസും കൊണ്ട് ആരും വരരുത്.
ഇനി മൂന്നാമത്തെ പ്രാർത്ഥന. മൂന്നാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ രാജ്യം എപ്പോഴും ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അതിനെ പല പല കഷ്ണങ്ങളായിട്ട് മുറിച്ചു മാറ്റരുത്, അല്ലെങ്കിൽ പല പല മതിലുകളായിട്ട് കെട്ടി അതിനെ തിരിച്ചു മാറ്റരുത്. ഓരോ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് ദയവ് ചെയ്ത് എൻ്റെ രാജ്യത്തിനെ മുറിച്ചു മാറ്റരുത്. എന്താണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്? കാസ്റ്റിൻ്റെ പേരിലും ജെൻഡറിൻ്റെ പേരിലും ഫിനാൻഷ്യൽ സ്റ്റേറ്റസിൻ്റെ പേരിലും റേസ്, കളർ, ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നിൻ്റെയും പേരിൽ ആൾക്കാർ തമ്മിൽ മാറി വേർതിരിവ് കാണിക്കരുത്. അതാണ് എനിക്ക് വേണ്ടുന്ന അടുത്ത കാര്യം. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ എൻ്റെ നേഷൻ വളരുകയുള്ളൂ. അങ്ങനെ വളരണമെങ്കിൽ അതിനകത്ത് ഡൊമസ്റ്റിക് വാൾസും കാര്യങ്ങളും ഒന്നും കാണരുത്. ആൾക്കാരെല്ലാം ഒന്നാണ് എന്നൊരു ബോധം അവിടെ വേണം. പിന്നീട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ രാജ്യത്തുള്ള ആൾക്കാർക്ക് വേറെ ആരെയും പേടിക്കാതെ ഓണസ്റ്റായിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാനായിട്ടുള്ള ഒരു ശക്തി കൊടുക്കണം. അങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കണം അവരിൽ നിന്ന് വരുന്നത്. ആരോടും ഒളിച്ചും മറഞ്ഞും നിൽക്കാതെ എന്താണോ മനസ്സിലുള്ളത് അത് ക്ലിയറായിട്ട് ഓപ്പണായിട്ട് ഹോണസ്റ്റായിട്ട് പറയാനായിട്ടുള്ള ഒരു കഴിവ്, അത് കിട്ടിയാൽ മാത്രമേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കുക പോലും ഉള്ളൂ. അങ്ങനെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്പീച്ച്, അങ്ങനെ അതിൽ നിന്നും ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് എൻ്റെ നാലാമത്തെ പ്രാർത്ഥന. Where the tireless striving stretches its arms towards perfection, where the clear stream of reason has not lost its way into the dreary desert sand of dead habit, where the mind is led forward but deep into ever-widening thought and action, into that heaven of freedom, my Father, let my country awake. എൻ്റെ രാജ്യത്തിൽ മുഴുവനായിട്ട് ഭയങ്കര മടിയുള്ള ആൾക്കാർ, ഭയങ്കര ലേസി ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എൻ്റെ രാജ്യം പുരോഗതിയിലേക്ക് എത്തുമോ? ഒരിക്കലുമില്ല. ഹാർഡ് വർക്കിലൂടെ തൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് രാജ്യത്തിലെ സിറ്റിസൺ ചെയ്യേണ്ടത്. ഒരുപാട് വർക്ക് ചെയ്ത് ആ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഗോൾ അച്ചീവ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ആൾക്കാരാൽ ഫില്ല് ചെയ്യപ്പെട്ടതായിരിക്കണം എൻ്റെ രാജ്യം. അത്തരത്തിൽ കണ്ടിന്യൂസ് ആയിട്ട് എഫേർട്ട് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ മാത്രമേ എൻ്റെ രാജ്യത്തിന് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണമുള്ളൂ. ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ റാഷണൽ തിങ്കിങ്ങിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ അടുത്ത് എന്ത് കാര്യം പറഞ്ഞാലും അതിൻ്റെ റീസൺ നിങ്ങൾക്കറിയണം, നിങ്ങളത് അറിഞ്ഞിരിക്കണം. കാരണം ചുമ്മാ എന്തെങ്കിലും പറഞ്ഞിട്ട് നിങ്ങളുടെ അടുത്ത് കണ്ണടച്ചതങ്ങ് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും അതിൻ്റെ ഫൗണ്ടേഷനായിട്ടൊരു റീസൺ കാണും. ആ റീസൺ നിങ്ങൾ അറിയണം. അല്ലാതെ എന്നോ മരിച്ചുപോയ ഒരു കാര്യം, അല്ലെങ്കിൽ ഡെഡ് ഹാബിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഡെഡ് ട്രഡീഷൻ ആയിട്ടുള്ള ഒരു കാര്യം, പഴകി ദ്രവിച്ച, നമ്മളിപ്പോൾ ഒന്നും തന്നെ ഫോളോ ചെയ്യാത്ത സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള, അതാണ് വേർഡ്, സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിഗ്രസീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിന് യാതൊരുവിധ റീസണും കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് പറയും, ഇത് ചെയ്തോ, കാരണം നമ്മൾ ഇത്രയും കാലമായിട്ട് നമ്മൾ ചെയ്തു വരുന്ന കാര്യമാണ്, നിങ്ങൾ കണ്ണു അടച്ചങ്ങ് ചെയ്തോ. ഇങ്ങനെ കണ്ണു അടച്ച് നിങ്ങൾ ചെയ്യരുത്. എപ്പോഴും എല്ലാത്തിൻ്റെ മുകളിലും ഒരു റീസൺ എന്ന് പറയുന്ന കാര്യം വേണം, റാഷണൽ തിങ്കിങ് വേണം. അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ആര് പറയുന്നതും പഴയ ട്രഡീഷനാണ്, ആ കാര്യമാണ് ഈ കാര്യമാണെന്ന് പറയുന്നത് കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കരുത്, കണ്ണടച്ചത് ഫോളോ ചെയ്യാനായിട്ട് നിൽക്കരുത്. അങ്ങനെയുള്ള ആൾക്കാരാണ് നമുക്ക് വേണ്ടുന്നത്. എപ്പോഴും റീസൺ മുന്നിലേക്ക് നിൽക്കണം, റീസണിനായിരിക്കണം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എൻ്റെ രാജ്യം. ഇനി അടുത്തത് പറയുന്നത്, എൻ്റെ മനസ്സും അതുപോലെ തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള എല്ലാവരുടെ മനസ്സും ലീഡ് ചെയ്യേണ്ടത് ദൈവമേ നിങ്ങൾ തന്നെയാണ്. ദൈവമാണ് ഇങ്ങോട്ടാണ് എന്നെ നയിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമെല്ലാം ഡിസൈഡ് ചെയ്യേണ്ടത്. ഞാൻ ഏത് കോഴ്സ് ഓഫ് ആക്ഷൻ തിരഞ്ഞെടുക്കുന്നോ, ഞാൻ എന്തൊക്കെ ചെയ്യുന്നു, ഈ കാര്യത്തിന് എല്ലാത്തിനകത്തും എനിക്കൊരു ഗൈഡിങ് ലൈറ്റായിട്ട് എൻ്റെ തലയ്ക്ക് മുകളിൽ തന്നെ കാണണമേ എന്നുള്ള ഒരു പ്രാർത്ഥന അടുത്തതായിട്ട് പറയുന്നുണ്ട്. അവസാനമായിട്ട് പോയിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കുറേ കാര്യം ഉണ്ടല്ലോ, ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇത്തരത്തിൽ ഫ്രീ ആയിട്ട് ഈ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള ഫ്രീഡം മാത്രമുള്ള, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് ആയിരിക്കണം, ഒരു സമയത്തിലേക്കായിരിക്കണം എൻ്റെ രാജ്യം കണ്ണ് തുറക്കുന്നത്. എൻ്റെ രാജ്യം കണ്ണ് തുറന്ന് ഉണർന്ന് വരുന്ന സമയത്തുള്ള ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, ഈ ഞാൻ
മേൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം അച്ചീവ് ചെയ്തിട്ടുള്ള രീതിയായിരിക്കണം. ആരെയും പേടിക്കാതെ നല്ല എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്ന, ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കിട്ടുന്ന, ഫ്രീ ആയിട്ടെല്ലാം പഠിക്കാൻ പറ്റുന്ന, എല്ലാവരും ഒരുപോലെ നിൽക്കുന്ന പ്രോഗ്രസീവായിട്ടുള്ള ഒരു ഇന്ത്യ ആയിരിക്കണം എൻ്റെ കൺട്രി ഉണർന്നു വരുമ്പോഴത്തേക്കും കാണുന്നത്. അത്തരത്തിലുള്ള ഒരു സമൂഹത്തെ ആയിരിക്കണം. അങ്ങനെ ഒരു സമൂഹം, ഫ്രീ ആയിട്ടുള്ള ഡിവൈഡ് ചെയ്യപ്പെടാത്ത ആ ഒരു സമൂഹത്തിനെ ഉണ്ടാക്കുക എന്ന് പറയുന്നതാണ് ദൈവമേ എനിക്ക് നിന്നോട് പറയാനുള്ള പ്രാർത്ഥന എന്നുള്ള തരത്തിലാണ്. മൈ ഫാദർ എന്ന് പറയുന്നത് ദൈവത്തിന് തന്നെയാണ്. അത്തരത്തിലുള്ളൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് രവീന്ദ്രനാഥ് ടാഗോർ ഇവിടെ പോയം നിർത്തുന്നത്. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയതിന് ശേഷം രാജ്യം കണ്ണ് തുറക്കുന്ന എന്തൊക്കെ കാഴ്ചകളിലേക്കാണ് രാജ്യം കണ്ണ് തുറക്കേണ്ടത് എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ എന്ത് തരം ഫ്രീഡം ആയിരിക്കും പോയിട്ട് ഉദ്ദേശിച്ചത്? ജസ്റ്റ് പൊളിറ്റിക്കൽ ഫ്രീഡം മാത്രമാണോ? ബ്രിട്ടീഷേഴ്സ് പോയി കഴിഞ്ഞു, അങ്ങനെ നമുക്ക് ഫ്രീഡം കിട്ടി. ആ ഫ്രീഡം മാത്രമല്ല, ഇൻ്റലക്ച്വൽ ഫ്രീഡം കൂടെ അവിടെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, സോഷ്യൽ ഫ്രീഡം, മോറൽ ഫ്രീഡം, ഇത്തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഫ്രീഡമും ഇതിനകത്ത് വരുന്നുണ്ട്. മറ്റാരെയും ഡിവൈഡ് ചെയ്യാൻ പാടില്ല, അത് സോഷ്യൽ ഫ്രീഡം ആയിട്ട് വരുന്നു. മോറൽ ഫ്രീഡം വരുന്നതും ഏകദേശം അത് തന്നെ. ഇൻ്റലക്ച്വൽ ഫ്രീഡം എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എല്ലാവർക്കും ഫ്രീ ആയിരിക്കണം, വേറെ ആരും നമ്മളുടെ ചിന്തകളെ തടയാനായിട്ട്, റെസ്ട്രിക്റ്റ് ചെയ്യാനായിട്ട് വരരുത്. ഇത്തരത്തിലുള്ള സോഷ്യൽ ഫ്രീഡംസും ഇൻ്റലക്ച്വൽ ഫ്രീഡം, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ഫ്രീഡവും കൂടെ പറയുന്ന ഒരു പോയമാണ് ഗീതാഞ്ജലിയുടെ സോങ് 35 എന്ന് പറയുന്നത്. അപ്പം അത് തന്നെയാണ് പോയിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക്